Hello everyone, welcome to LearnMate Academy. I am Manaka Sundosh, your online teacher. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ഞാൻ ഓൾറെഡി ഒരു സബ്ജക്റ്റിൽ ഫെയിലാണ്, പക്ഷെ റീവാലുവേഷന് കൊടുത്തിട്ട് വല്ല യൂസ് ഉണ്ടാവുമോ, റീവാലുവേഷന് കൊടുത്താൽ മാർക്ക് ഇൻക്രീസ് ആവുമോ, അതുപോലെ തന്നെ നമ്മുടെ ഉള്ള മാർക്കും കൂടി കുറയാൻ ചാൻസ് ഉണ്ടോ, ഇങ്ങനെ ഒരുപാട് ഡൗട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ നിങ്ങൾക്കൊക്കെ വരുന്നൊരു ബേസിക് ഡൗട്ട് ക്ലിയർ ആക്കി തരാം കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും കോമൺ ഡൗട്ടാണ്, റീവാലുവേഷന് കൊടുത്തിട്ട് ഉള്ള മാർക്ക് കൂടെ പോവാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് കേട്ടോ. അതിനാകെ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, ഉള്ള മാർക്ക് ഒരിക്കലും പോവത്തില്ല. കാരണം നിങ്ങൾക്ക് മാർക്ക് ഇൻക്രീസ് ആവുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ റിസൾട്ടിൽ ആ ഇൻക്രീസ് ആയ മാർക്ക് കാണിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര മാർക്കാണോ ആ ഒരു മാർക്ക് തന്നെ ആയിരിക്കും കേട്ടോ. അല്ലാതെ ആ ഉള്ള മാർക്കിൽ നിന്ന് കുറയ്ക്കാനായിട്ട് യാതൊരു ചാൻസും ഇല്ല. പിന്നെ അടുത്തൊരു ഡൗട്ടാണ്, ഈ റീവാലുവേഷൻ കൊടുത്തിട്ട് വല്ല യൂസ് ഉണ്ടോ എന്നുള്ളത്. ആക്ച്വലി നമ്മുടെ റീവാലുവേഷൻ എന്ന് പറയുന്നത് പേപ്പർ ഒന്നുകൂടെ നോക്കി മാർക്ക് എവിടെയെങ്കിലും കുറവുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ നോർമലി റീവാലുവേഷൻ കൊടുത്തിട്ട് ഒരുപാട് സ്റ്റുഡൻസിനാണ് 3-4 മാർക്ക് തൊട്ട് ഇൻക്രീസ് ആവുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളിപ്പോൾ 2-3 മാർക്കിന് ഫെയിലായ സ്റ്റുഡൻസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി റീവാലുവേഷൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി അടുത്ത കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ആണ്, ഞാൻ ഓൾറെഡി ഒരു സബ്ജക്റ്റിൽ ഫെയിലാണ്, അപ്പോൾ റീവാലുവേഷൻ കൊടുക്കുന്നത് കൊണ്ട് ഞാൻ പാസ് ആവാനായിട്ട് ചാൻസ് ഉണ്ടോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ 24 മാർക്കിൽ 20 മാർക്ക് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 19 മാർക്കൊക്കെയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അവരൊന്നുകൂടെ മാർക്ക് എവിടെയെങ്കിലും ഇടാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് മാക്സിമം നിങ്ങൾ പാസ്സാക്കാൻ തന്നെ ശ്രമിക്കും. ഒരുപാട് ഡൗണുള്ള സ്റ്റുഡൻസിനാണ് പ്രശ്നം, അല്ലാത്ത സ്റ്റുഡൻസിനെയൊക്കെ മിക്കവാറും പാസ്സാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ട്രൈ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം, റീവാലുവേഷൻ കൊടുത്തിട്ട് പാസ്സാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു ബെനിഫിറ്റ് തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിച്ച് വെറീഡായിരിക്കാതെ നിങ്ങൾക്ക് എന്താണോ സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.